സർക്കാർ അവഗണനയിൽ പ്രതിഷേധിച്ച് തിരുവോണ ദിവസം പട്ടിണി സമരം നടത്തി വാട്ടർ അതോറിറ്റിയിലെ കരാറുകാർ ജല അതോറിറ്റി ആസ്ഥാനമായ വെള്ളയമ്പലം ജലഭവന് മുന്നിലാണ് സമരം നടത്തിയത്. 5000 കോടി രൂപയിലധികമാണ് സംസ്ഥാന ജല അതോറിറ്റി വിവിധ കരാറുകളിലായി കോൺട്രാക്ടർമാർക്ക് വരുത്തിയിരിക്കുന്ന കുടിശ്ശിക തുക. ജലജീവൻ മിഷന്റെ വിവിധ ജോലികളിൽ മാത്രം 4500 കോടി രൂപ കരാറുകാർക്ക് നൽകാനുണ്ട്. സ്റ്റേറ്റ് പ്ലാനിൽ 400 കോടിയും അറ്റകുറ്റപ്പണികൾ നടത്തിയതിൽ 200 കോടി രൂപയും ഇതുവരെ നൽകിയിട്ടില്ല. പലവട്ടം സർക്കാരിന് നിവേദനങ്ങൾ നൽകിയിട്ടും പരിഹാര നടപടികൾ ഉണ്ടാകാതെ വന്നതോടെയാണ് തിരുവോണ ദിവസം ജല അതോറിറ്റി ആസ്ഥാനത്തിന് മുന്നിൽ പട്ടിണി സമരവുമായി കരാറുകാരെത്തിയത്. പ്രതീകാത്മകമായി മണ്ണുകൊണ്ട് ഓണസദ്യ വിളമ്പിയായിരുന്നു പ്രതിഷേധം. വാട്ടർ അതോറിറ്റിയിലെ കരാറുകാർ ഈ സമരത്തിന് ഈ തിരുവോണ നാളിന് തയ്യാറാവേണ്ട സാഹചര്യം വന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഗതികേട് കൊണ്ടാണ്. ഗതികേടെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് 200 കോടി രൂപ 18 മാസത്തെ പേയ്മെന്റ് കുടിശ്ശികയുണ്ട്. നമുക്ക് ലഭിക്കാത്തതുകൊണ്ടാണ് നമ്മൾ പല പ്രാവശ്യം മന്ത്രിയും ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രിയും മുഖ്യമന്ത്രി എല്ലാവരും ശ്രദ്ധയിൽ ഇത് പെടുത്തിയിട്ടും അതുകൂടാതെ തന്നെ നമ്മൾ നിരന്തരമായ പരാതികൾ നിവേദനങ്ങൾ കൊടുത്തിട്ട് പോലും ഈ തിരുവോണ നാളിന് പോലും ഞങ്ങളെ പറ്റിക്കുന്ന പൈസ തരാമെന്ന് പറഞ്ഞിട്ട് പിന്നീട് അവസാനം നമുക്ക് തരാത്ത നമ്മൾ സമരം പ്രഖ്യാപിച്ചപ്പം 30 ദിവസത്തെ പിന്നെ ഒരു ദിവസത്തെ പൈസയും കൂടെ മാർച്ച് 2023 മാർച്ചിലെ മാസത്തെ പൈസയാണ് ഈ 9-ാം മാസം ഒരു മാസം തന്നത്. നമുക്കിപ്പോൾ 200 കോടിയുള്ളപ്പം നിശ്ചയമായ പൈസ തന്ന് നമ്മളെ പറ്റിക്കാനിതാണ്. 4 മാസത്തെ പൈസ ഒരുമിച്ച് തരാം അല്ലെങ്കിൽ 3 തരാം എന്ന് പറഞ്ഞ് മന്ത്രി വിളിച്ച് എഫ്എമ്മിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് പോലും അത് കേൾക്കാൻ തയ്യാറാവാത്ത ഉദ്യോഗസ്ഥരാണ് വാട്ടർ അതോറിറ്റി ഇരിക്കുന്നത്. ആ ഭരിക്കുന്ന മന്ത്രിയാണ്. ഉദ്യോഗസ്ഥൻ്റെ അടുത്ത് മന്ത്രി പറഞ്ഞിട്ട് പോലും അത് അനുസരിക്കാൻ തയ്യാറാത്ത അവസ്ഥയിലാണ്. അതുപോലെ ജലജീവൻ മിഷന്റെ പൈസ ഞങ്ങൾക്ക് ലഭിക്കാണ്ട് മറ്റ് ഹെഡുകളിൽ 4500 കോടിയുണ്ട്. വാട്ടർ അതോറിറ്റി നമ്മൾ കരാറുകാർ വെറും കടക്കൊടിയിലാണ്. ഓരോ വിവിധ മേഖലയിൽ വിവിധ ഇനത്തിൽ പണിയെടുത്തതിൽ പേയ്മെന്റ് ലഭിക്കാനുണ്ട്. നമ്മൾ ഈ മന്ത്രി ഓഫീസിലും വാട്ടർ അതോറിറ്റി MD ഓഫീസിലും കയറി ഇറങ്ങി ഇവരുടെ അടുത്ത് നിവേദന കൊടുത്തിട്ട് നമ്മളൊരു പരാതി കൊടുത്തിട്ട് ആ പരാതി വാങ്ങിച്ച് നോക്കാൻ പോലും സമ്മനസ് കാണിക്കാത്ത ഈ മുടന്തം ന്യായം വെച്ചുകൊണ്ട് നമ്മുടെ എന്തെങ്കിലും ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് നമ്മളെ ശരിയാക്കിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. വൻകിടക്കാരെ സഹായിക്കാൻ ടെൻഡർ രീതികളടക്കം മാറ്റം വരുത്തിയതും പ്രതിഷേധത്തിന് കാരണമായി. കരാറുകളുമായി ബന്ധപ്പെട്ട് ജല അതോറിറ്റി വരുത്തുന്ന കാലതാമസവും പ്രതിഷേധക്കാർ ഉന്നയിക്കുന്നുണ്ട്. വിവിധ ജില്ലകളിൽ നിന്നുള്ള കരാറുകാർ തിരുവനന്തപുരത്ത് നടന്ന സമരത്തിന്റെ ഭാഗമായി വരും നാളുകളിലും പ്രതിഷേധം ശക്തമാക്കാനാണ് സംഘടനയുടെ തീരുമാനം. ജനം, തിരുവനന്തപുരം.